ഇന്ന് ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. അത് ദൈവം സംയോജിപ്പിച്ച ബന്ധമാണെന്നും അത് വേർപെടുത്താൻ ഒരിക്കലും ചിന്തിക്കുക പോലും അരുത് എന്ന് അവിടുന്ന് പറയുന്നു. ഭൂമിയിൽ ഇത്ര ഗാഢമായ മറ്റൊരു ബന്ധവുമില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭാര്യാഭർത്താക്കന്മാർ ഒന്നായിത്തീരുന്ന ദൈവിക പദ്ധതിയിലെ പവിത്രവും ഗാഢവുമായ ബന്ധം. അവിടെ രണ്ടുപേരില്ല, അവർ ഒന്നാണ്. ഒരേപോലെ പ്രവർത്തിക്കാനും ഒരേപോലെ ചിന്തിക്കാനും ഏത് സാഹചര്യത്തിലും ഒന്നായി നിലകൊള്ളാനും ദൈവം തീർത്ത ബന്ധമാണ് വൈവാഹിക ബന്ധം. ഈ വൈവാഹിക ബന്ധത്തിൽ കൂടിച്ചേരൽ ശരിയായ രീതിയിൽ സംഭവിക്കാതെ പോകുമ്പോൾ കുടുംബ ബന്ധം ശിഥിലമാക്കപ്പെടുന്നു. വൈവാഹിക ബന്ധത്തോടുകൂടി ഒരു മനസ്സും ഒരു ഹൃദയവുമായി നിലകൊള്ളേണ്ടവർ സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം നൽകുമ്പോൾ രണ്ടുപേരും രണ്ടായി തന്നെ നിലകൊള്ളുന്നു. അവിടെ ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള കൂടിച്ചേരൽ സംഭവിക്കുന്നുമില്ല. കൂടിച്ചേരൽ സംഭവിക്കാത്തതുകൊണ്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവർ വേർപെടുത്തപ്പെടുകയും അവർ ഒറ്റപ്പെടുകയും ചെയ്യും. ആയതിനാൽ ദൈവത്തെ സാക്ഷി നിർത്തി ആരംഭിക്കുന്ന ബന്ധം ഒന്നായി നിലകൊള്ളുവാൻ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നേറാൻ പരിശ്രമിക്കാം. അപ്പോൾ എത്ര വലിയ പ്രതിസന്ധികളെ ഒന്നിച്ച് നേരിട്ട് ജയിക്കാൻ കഴിയും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.